ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ISROയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട്. കേരളത്തിലും ബംഗളൂരുവിലും പുതിയ ഒഴിവുകളാണ്. ഡിപ്ലോമ, ITI, SLC വിവിധ യോഗ്യതകൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് നെയിം ടെക്നിക്കൽ അസിസ്റ്റന്റ് ലെവൽ 7, പേ സ്കെയിൽ വന്നിട്ട് 44,900 മുതൽ 1,42,400 വരെയാണ്. ഇതില് രണ്ട് ഡിസിപ്ലിൻസ് ആണ് വരുന്നത്. മെക്കാനിക്കലും വരുന്നുണ്ട്, ഇലക്ട്രോണിക്സും വരുന്നുണ്ട്. മെക്കാനിക്കലിന് 11 ഒഴിവുകളാണ് വരുന്നത്. ഇതിൽ വലിയ മലയിൽ 8 ഒഴിവ് വരുന്നുണ്ട്. 8 ഒഴിവില് URന് 3, OBCക്ക് 3, SC 1, EWS 1 അങ്ങനെയാണ് പോകുന്നത്. ബംഗളൂരുവിലും 3 ഒഴിവുകളുണ്ട്. അതിൽ URന് 2, SC 1. യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് 3 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സായിരിക്കണം. അതേപോലെ തന്നെ ഒരു ഒഴിവ് PWBD MD വിഭാഗത്തിനായിട്ട് ഉണ്ട്. ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ വലിയ മലയിൽ ഒരു ഒഴിവാണുള്ളത്. അത് അൺറിസർവ്ഡ് വിഭാഗത്തിലാണ്. നെക്സ്റ്റ് പോസ്റ്റ് നെയിം സബ് ഓഫീസർ ലെവൽ 6, പേ സ്കെയിൽ 35,400 മുതൽ 1,12,400 വരെയാണ്. വലിയ മലയിലാണ് ഒരു ഒഴിവുള്ളത്. അത് UR വിഭാഗത്തിനാണ് ആ ഒരു ഒഴിവ് വന്നിരിക്കുന്നത്. യോഗ്യത ലീഡിംഗ് ഫയർമാൻ അല്ലെങ്കിൽ DCO ആയി 6 വർഷം, അതോടൊപ്പം സബ് ഓഫീസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ PCM സഹിതം BSc പ്ലസ് സബ് ഓഫീസർ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം സബ് ഓഫീസേഴ്സ് കോഴ്സ് കഴിഞ്ഞ ശേഷം 2 വർഷം ലീഡിംഗ് ഫയർമാനായിട്ട് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ HVD ലൈസൻസ് നിർബന്ധമാണ്. അതേപോലെ തന്നെ ശാരീരിക യോഗ്യതയും PET സ്റ്റാൻഡേർഡും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് NFSC നാഗ്പൂർ അല്ലെങ്കിൽ അംഗീകൃത റീജിയണൽ ഫയർ സർവീസ് ട്രെയിനിങ് സെന്ററിൽ നിന്ന് ആയിരിക്കണം. നമ്മളെ സ്കെയിൽ വന്നിട്ട് 21,700 മുതൽ 69,100 വരെയാണ്. ഈ വിഭാഗത്തിൽ 3 ട്രേഡ്സ് ഉണ്ട്: ടർണർ, ഫിറ്റർ, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്. അതിൽ ടർണറിൽ ഒരു ഒഴിവാണ് വരുന്നത്. വലിയ മലയിൽ ഒരു ഒഴിവ് വരുന്നുണ്ട്. അൺറിസർവ് വിഭാഗത്തിനാണ് ആ ഒരു ഒഴിവ് വരുന്നത്. യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് SLC പാസ്സായിരിക്കണം. അതോടൊപ്പം NCVT അംഗീകൃത ടർണർ ട്രേഡിൽ ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ട്രേഡ് ഫിറ്റർ ആണ്. മൊത്തം ഒഴിവുകൾ 4. അതിൽ വലിയ മലയിൽ 2 ഒഴിവുകൾ വരുന്നുണ്ട്. അതിൽ OBC 1, EWS 1. ബംഗളൂരുവിൽ 2 ഒഴിവുകൾ വരുന്നുണ്ട്. അതിൽ UR 2. ഇതിൽ ഒരു ഒഴിവ് എക്സ് സർവീസ്മെന് മാത്രമാണ്. യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് SLC പാസ്സായിരിക്കണം. അതോടൊപ്പം NCVT അംഗീകൃത ഫിറ്റർ ട്രേഡിൽ ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ട്രേഡ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്. ബംഗളൂരുവിൽ ഒരു ഒഴിവാണ് വരുന്നത്. അതും അൺറിസർവ്ഡ് വിഭാഗത്തിലാണ് ആ ഒരു ഒഴിവ് വരുന്നത്. യോഗ്യത SLC പാസ്സായിരിക്കണം. അതോടൊപ്പം NCVT അംഗീകൃത റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് ട്രേഡിൽ ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോസ്റ്റ് നെയിം ഹെവി വെഹിക്കിൾ ഡ്രൈവർ ലെവൽ 2, ശമ്പള സ്കെയിൽ വന്നിട്ട് 19,900 മുതൽ 63,200 വരെയാണ്. ഒഴിവുകൾ 2 എണ്ണമാണ്. രണ്ടും വലിയമല യൂണിറ്റിലാണ്. അതിൽ SC 1, EWS 1. യോഗ്യത SLC പാസ്സായിരിക്കണം. അതോടൊപ്പം ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അതില് ഹെവി വെഹിക്കിൾ ഡ്രൈവർ ആയിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർ ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസും HVD ലൈസൻസും ആവശ്യമായ പബ്ലിക് സർവീസ് ബാഡ്ജും ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോസ്റ്റ് നെയിം ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ലെവൽ 2, പേ സ്കെയിൽ വന്നിട്ട് 19,900 മുതൽ 63,200 വരെയാണ്. 2 ഒഴിവുകളാണുള്ളത്. 2 ഒഴിവും വലിയമല യൂണിറ്റിലാണ്. അതിൽ UR 1, OBC 1 അങ്ങനെയാണ് വരുന്നത്. യോഗ്യത SLC പാസ്സായിരിക്കണം. അതോടൊപ്പം ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ആയിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. LVD ലൈസൻസും കമ്പൽസറിയാണ്. അപേക്ഷിക്കുന്നതിന് വേണ്ട പ്രായപരിധി നോക്കാം. 26/8/2025 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത്. 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. റിസർവ്ഡ് പോസ്റ്റിൽ SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും അധിക പ്രായളവ് ലഭിക്കും. അതുപോലെ തന്നെ മറ്റ് വിഭാഗക്കാർ, അതായത് എസ് സർവീസ്മാൻ, PWBD, ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ്, അതേപോലെ തന്നെ മെറിറ്റോറിയസ് സ്പോർട്സ് പേഴ്സൺസ്, വിധവകൾ, വിവാഹമോചിതർ, നിയമപരമായി വേർപെട്ടെങ്കിലും വീണ്ടും വിവാഹം കഴിക്കാത്തവർ, ഇങ്ങനെയുള്ളവർക്ക് ഇന്ത്യ ഗവൺമെന്റ് റൂൾസ് പ്രകാരം അധിക പ്രായ ഇളവ് ലഭിക്കും.
നെക്സ്റ്റ് OBC റിസർവേഷൻ അതേപോലെ EWS റിസർവേഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. OBC റിസർവേഷൻ ക്രിമി ലെയറിൽ പെടാത്തവർക്ക് മാത്രം സെൻട്രൽ ഗവൺമെന്റ് ഫോർമാറ്റിൽ വാലിഡ് സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ EWS റിസർവേഷൻ ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. 2024-25 ഫിനാൻഷ്യൽ ഇയറിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. അതേപോലെ 26/8/2025 മുമ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കണം. SC, ST, OBC, EWS, PWBD, എക്സ് സർവീസ്മാൻ എല്ലാവരും റെലവന്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പ്രൂഫ്, മാർക്ക് ഷീറ്റ്, എക്സ്പീരിയൻസ് പ്രൂഫ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് കമ്പൽസറി ആണ്. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. റിട്ടൺ ടെസ്റ്റ് വരുന്നുണ്ട്. സമയം 90 മിനിറ്റ്സ് ആണ്. അതേപോലെ തന്നെ ചോദ്യങ്ങൾ 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മാർക്ക് ശരിയായ ഉത്തരത്തിന് 1 മാർക്കും തെറ്റായ ഉത്തരത്തിന് 0.33 മാർക്കും കുറയും. സിലബസ് വരുന്നത് ബന്ധപ്പെട്ട പോസ്റ്റിന്റെ കരിക്കുലം അടിസ്ഥാനത്തിൽ തിയറി പ്ലസ് പ്രാക്ടിക്കൽ നോളജ് അങ്ങനെയായിരിക്കും സിലബസ് വരുന്നത്. പാസ് മാർക്ക് വേണ്ടത് UR അല്ലെങ്കിൽ അതേപോലെ തന്നെ EWS കാറ്റഗറിക്ക് 32 ആണ് വേണ്ടത് ഔട്ട് ഓഫ് 80. അതേപോലെ റിസർവ്ഡ് കാറ്റഗറിക്ക് അതായത് SC, ST, OBCക്ക് ആണെങ്കിൽ 24 മാർക്കാണ് 80-ൽ വേണ്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് സ്കിൽ ടെസ്റ്റ് ആണ്. റിട്ടൺ ടെസ്റ്റ് റിസൾട്ട് നോക്കിയിട്ട് 1:5 റേഷ്യോയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇതിന് പാസ് മാർക്ക് വേണ്ടത് UR, EWS കാറ്റഗറിക്ക് 100-ൽ 50 മാർക്ക് കിട്ടണം. SC, ST, OBC കാറ്റഗറിക്ക് 100-ൽ 40 മാർക്ക് കിട്ടണം. അപ്പൊ സ്കിൽ ടെസ്റ്റിൽ കിട്ടുന്ന മാർക്ക് ഫൈനൽ സെലക്ഷനിൽ കൗണ്ട് ചെയ്യാറില്ല. ഇത് പാസ് ചെയ്താൽ മാത്രം മതി. റിട്ടൺ ടെസ്റ്റ് മാർക്ക് അനുസരിച്ചാണ് റാങ്ക് ചെയ്യുന്നത്. ഇതൊക്കെ പോസ്റ്റ് നമ്പർ 792, 793, 795, 796, 797 ഡീറ്റെയിൽസ് ആണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പോസ്റ്റ് നമ്പർ 794-ന് മറ്റു പോസ്റ്റുകളിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. ആപ്ലിക്കേഷനോടൊപ്പം പ്രിലിമിനറി മെഡിക്കൽ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം. അത് ഗവൺമെന്റ് ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്ന അസിസ്റ്റന്റ് സിവിൽ സർജൻ അല്ലെങ്കിൽ അതിന് സമാനമായ സ്ഥാനമുള്ള ഡോക്ടറാണ് നൽകേണ്ടത്. റിട്ടൺ ടെസ്റ്റ് വരുന്നത് സമയം 120 മിനിറ്റ് ആണ്. ചോദ്യം 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ശരിയായ ഉത്തരത്തിന് 1 മാർക്കും തെറ്റായ ഉത്തരത്തിന് 0.25 മാർക്കും കുറയും. സിലബസ് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവില്ല. ഫൈനൽ സെലക്ഷൻ വരുന്നത് റിട്ടൺ ടെസ്റ്റ് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതേപോലെ തന്നെ പോസ്റ്റ് നമ്പർ 794-ന് സ്കിൽ ടെസ്റ്റിന് പകരം വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം സ്റ്റേജ് 1 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടത്തും. പാസ്സായാൽ മാത്രമേ സ്റ്റേജ് 2 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഇവന്റ് ഫെയിൽ ആവുകയാണെങ്കിൽ ശേഷിക്കുന്ന ഇവന്റ്സ് പരീക്ഷിക്കാൻ അനുവാദം ഉണ്ടായിരിക്കില്ല. സോ സ്റ്റേജ് 1 അതേപോലെ തന്നെ സ്റ്റേജ് 2 രണ്ടും പാസ് ചെയ്തവർക്ക് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഫൈനൽ സെലക്ഷൻ വരുന്നത് റിട്ടൺ ടെസ്റ്റ് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. മാർക്ക് ടൈ ആയാൽ അക്കാഡമിക് മാർക്സ് നോക്കിയാണ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് പോസ്റ്റ് നമ്പർ 798, 799-ന്റെ സെലക്ഷൻ പ്രോസസ് നോക്കാം. റിട്ടൺ ടെസ്റ്റ് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 120 മിനിറ്റ് ആണ് സമയം. അപ്പോൾ ശരിയായ ഉത്തരത്തിന് 1 മാർക്കും തെറ്റായ ഉത്തരത്തിന് 0.25 മാർക്കും കുറയും. സിലബസ് വരുന്നത് പാർട്ട് എ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 50 മാർക്കിന്, പാർട്ട് ബി ഇംഗ്ലീഷ് 8th സ്റ്റാൻഡേർഡ് ലെവൽ 15 മാർക്കിന്, പാർട്ട് സി അരിത്തമെറ്റിക് 10th സ്റ്റാൻഡേർഡ് ലെവൽ 15 മാർക്കിന്, പാർട്ട് ഡി ജനറൽ നോളജ് 20 മാർക്ക്. അതേപോലെ തന്നെ ക്വാളിഫയിങ് കണ്ടീഷൻ വേണ്ടുള്ളത് പാർട്ട് എയിൽ കുറഞ്ഞത് 50% മാർക്ക് വേണം. പാർട്ട് ബി അതേപോലെ സി ഡി കൂടി ചേർത്ത് കുറഞ്ഞത് 50% മാർക്ക് വേണം. അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെയാണ് ഫൈനൽ സെലക്ഷൻ വരുന്നത്. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീ എങ്ങനെയാണെന്ന് നോക്കാം. പോസ്റ്റ് നമ്പർ 792, 793, 794 എല്ലാവരും ആദ്യം 750 രൂപ ഫീസ് അടയ്ക്കണം. ഫീ എക്സംപ്റ്റഡ് കാറ്റഗറീസ് ആയ ഫീമെയിൽ, SC, ST, PWBD, എക്സ് സർവീസ്മാൻ ഇവർക്ക് മുഴുവൻ 750 രൂപയും തിരികെ ലഭിക്കും. മറ്റുള്ളവർക്ക് 500 രൂപ തിരികെ കിട്ടും. അതേപോലെ തന്നെ പോസ്റ്റ് നമ്പർ 795 മുതൽ 799 വരെയുള്ളവർക്ക് 500 രൂപ അടയ്ക്കണം. ഫീ എക്സംപ്റ്റഡ് കാറ്റഗറീസിന് മുഴുവൻ പൈസയും തിരിച്ചു കിട്ടും. ബാക്കിയുള്ളവർക്ക് 400 രൂപ തിരികെ ലഭിക്കും. അപ്പോൾ റിട്ടൺ ടെസ്റ്റിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമാണ് റീഫണ്ട് കിട്ടുന്നത്. ഓൺലൈൻ ഫോമിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനും മറക്കരുത്. ഓൺലൈൻ വഴി മാത്രമാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 26/8/2025. അതേപോലെ തന്നെ ഫീ പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് 27/8/2025.
അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് lpsc.gov.in. ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട്, സർട്ടിഫിക്കറ്റ്സ്, പേയ്മെന്റ് റെസിപ്റ്റ് എന്നിവ LPSCക്ക് അയക്കേണ്ടതില്ല. NCS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് LPSC വെബ്സൈറ്റിൽ ഇതേ പ്രോസസ് ഫോളോ ചെയ്യാവുന്നതാണ്. വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.